Dear students, welcome to Tech Talks. കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈസ് യൂണിയൻ ഇൻ സി. സ്ട്രക്ചർ പോലെ തന്നെയാണ് യൂണിയനും വരുന്നത്. ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നുള്ളത് നോക്കാം. എ യൂണിയൻ ഇൻ സി ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ദാറ്റ് അലോസ് ഡിഫറെൻറ്റ് വേരിയബിൾസ് ടു ഷെയർ ദ സെയിം മെമ്മറി ലൊക്കേഷൻ. അവിടെയാണ് ഒരു ഡിഫറൻസ് വരുന്നത് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. സ്ട്രക്ചറിൽ ഓരോ മെമ്പറിനും പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യും, സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യും. ആ ഒരു ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലാണ് ഡേറ്റ സേവ് ചെയ്യുക. ബട്ട് ഇൻ യൂണിയൻ all the variables, all the members share the same memory location. That's the main difference between structure and union. ഇവിടെ പറയുന്നുണ്ട്, unlike a structure which allocates separate memory location for each member, a union allocates only enough memory to store the largest member. യൂണിയനിൽ ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഉണ്ടാകാം. ഡിഫറെൻറ്റ് മെമ്പേഴ്സിൽ ഏത് മെമ്പറിനാണോ ഏറ്റവും കൂടുതൽ മെമ്മറി വേണ്ടുന്നത് അതായിരിക്കും യൂണിയൻ്റെ സൈസ്. That memory will be shared by all the members in that union. യൂണിയൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. A union is declared using the union keyword. സ്ട്രക്ചറിൽ നമ്മൾ സ്ട്രക്ട് കീവേഡ് യൂസ് ചെയ്തു. ഇവിടെ ഒരു ഡിഫറൻസ്, we will use the keyword union. സിൻടാക്സ് നോക്കാം. The keyword union, then provide a name, union name, then provide the members, data type, member. ഡിഫറെൻറ്റ് മെമ്പേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഏതാണോ ലാർജസ്റ്റ് മെമ്പർ, മെമ്മറി സൈസ് വെച്ചിട്ട് ഏതാണോ ലാർജസ്റ്റ് മെമ്പർ, ആ ഒരു മെമ്മറി ആയിരിക്കും മാക്സിമം അലോക്കേറ്റ് ചെയ്യുക. ഓരോ മെമ്പറിനും സെപ്പറേറ്റ് ചെയ്ത് മെമ്മറി കൊടുക്കത്തില്ല. അലോക്കേറ്റഡ് മെമ്മറി വിൽ ബി ഷെയർഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ്. എക്സാമ്പിൾ നോക്കാം. ആ ഒരു പ്രോഗ്രാമിൽ ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിയൻ നെയിം ഈസ് ഡേറ്റ. അവിടെ വരുന്ന മെമ്പേഴ്സ് കണ്ടോ? 3 മെമ്പേഴ്സ് ആണ്. 3 different type of members. First one is integer type, int I. Second member, f of type float. Third member, character C. Then notes നോക്കുക. Memory allocation in unions. In a structure, each member gets its own space in memory. But in union, all members share the same memory location and the size of the union is equal to the size of its largest member. ഒരു എക്സാമ്പിളോട് നോക്കി. അതിൽ 3 മെമ്പേഴ്സ് ഉണ്ട്. ക്യാരക്ടർ ടൈപ്പ്, ഇൻറ്റീജർ ടൈപ്പ്, അനദർ വൺ ഡബിൾ. ക്യാരക്ടർ ടൈപ്പ് 1 byte ആണ്, ഇൻറ്റീജർ 4 bytes, then ഡബിൾ 8 bytes. ഇത് യൂണിയൻ ആയതുകൊണ്ട് തന്നെ യൂണിയൻ്റെ സൈസ് എത്രയായിരിക്കും? ദ സൈസ് ഓഫ് യൂണിയൻ ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ഇറ്റ്സ് ലാർജസ്റ്റ് മെമ്പർ. ലാർജസ്റ്റ് മെമ്പർ സൈസ് എത്രയാണ്? 8. ഇതിൻ്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, മെയിൻ ഫംഗ്ഷനിൽ വെച്ചിട്ട് അതിൻ്റെ സൈസ് ചെക്ക് ചെയ്യാണ്. സൈസ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. കണ്ടോ, സൈസ് ഓഫ് ദ യൂണിയൻ വേരിയബിൾ. യൂണിയൻ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ദ കീവേഡ് യൂണിയൻ, ദെൻ യൂണിയൻ നെയിം. അവിടെ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ എന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ കൊടുക്കാം. യൂണിയൻ നെയിം, അതിൻ്റെ സൈസ് പ്രിൻ്റ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, 8 bytes. ഇപ്പോൾ ലാർജസ്റ്റ് മെമ്പർ ഏതാണോ അതിൻ്റെ സൈസ് ആയിരിക്കും യൂണിയൻ സൈസ്. യൂണിയൻ മെമ്പേഴ്സ് എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. സ്ട്രക്ചറിലെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്ത പോലെ തന്നെയാണ് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുക. സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത പോലെ യൂണിയൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ദെൻ വേരിയബിൾ ഡോട്ട് മെമ്പർ. ഇപ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിൻസ് ഓൾ ദ മെമ്പേഴ്സ് ഷെയർ ദ സെയിം മെമ്മറി ലൊക്കേഷൻ, മോഡിഫൈങ് വൺ മെമ്പർ ഇറ്റ് വിൽ എഫക്ട്സ് ദ അതേഴ്സ്. കാര്യം എന്താണ്? എല്ലാ മെമ്പേഴ്സും ഷെയർ ചെയ്യുക ഒരു അഡ്രസ് ലൊക്കേഷനാണ്. ഒരു മെമ്പറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡ്രസ് ലൊക്കേഷനിലുള്ള ഡേറ്റയല്ലേ ചേഞ്ച് ചെയ്യുക. സിൻസ് ദ അഡ്രസ് ഈസ് ഷെയർഡ് ബൈ ഓൾ ദ അതർ മെമ്പേഴ്സ്, ഒരു ഡേറ്റ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എഫക്ട്സ് ദ അതേഴ്സ്. സ്ട്രക്ചറിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാര്യം എന്താണ്? സ്ട്രക്ചറിൽ എല്ലാ മെമ്പേഴ്സിനും ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുക. ബട്ട് ഇൻ യൂണിയൻ ഓൾ ദ മെമ്പേഴ്സ് ഷെയർ ദ സെയിം മെമ്മറി ലൊക്കേഷൻ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഒരു പ്രോഗ്രാം എഴുതി നോക്കാം.
ഞാൻ ആദ്യം ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കൂടി നോക്കാം. സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? യൂസ് ദ കീവേഡ് struct, then structure name sample, 3 members കൊടുക്കുകയാണ്. int a, then long b, character char c. മെയിൻ ഫംഗ്ഷൻ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. struct, structure name sample, s1. സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഓരോ മെമ്പറിൻ്റെയും അഡ്രസ്സ് കൂടി പ്രിന്റ് ചെയ്ത് നോക്കാം. സ്ട്രക്ചർ ആകുമ്പോൾ ഓരോ മെമ്പറിനും ഡിഫറെൻ്റ് അഡ്രസ് ലൊക്കേഷൻസ് അല്ലേ? അങ്ങനെയാണോ വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഡ്രസ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. printf %d ന്യൂ ലൈൻ. എനിക്ക് അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് മെമ്പറിൻ്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാം. സോ അഡ്രസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബസൻറ്റ് ഫസ്റ്റ് മെമ്പർ ദാറ്റ് ഈസ് ആക്സസ്ഡ് യൂസിങ് സ്ട്രക്ചർ വേരിയബിൾ s1 ഇങ്ങനെ കൊടുക്കാം. ആംബസൻറ്റ് s1 ഡോട്ട് എ ഫസ്റ്റ് മെമ്പറിൻ്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യും. വാല്യൂ അല്ല, അഡ്രസ്. ദെൻ സെക്കൻഡ് മെമ്പറിൻ്റെ അഡ്രസ് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ പ്രിന്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ കൊടുക്കാം. printf %d ന്യൂ ലൈൻ address of ampersand address of s1 dot b. then c യുടെ അഡ്രസ് പ്രിന്റ് ചെയ്യാം. ഇതേപോലെ തന്നെ കൊടുക്കാം. printf then return 0. പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3 മെമ്പേഴ്സിൻ്റെയും അഡ്രസ്സ് പ്രിന്റ് ചെയ്യുകയാണ്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കേട്ടോ, 3 മെമ്പേഴ്സിൻ്റെയും അഡ്രസ്സ് അവിടെ വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. എല്ലാ മെമ്പേഴ്സിനും ഡിഫറെൻ്റ് അഡ്രസ് ലൊക്കേഷൻസ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ. ഇനി ആ ഒരു പ്രോഗ്രാം മോഡിഫൈ ചെയ്യാം. സ്ട്രക്ചറിന് പകരം യൂണിയൻ ആക്കുകയാണ്. struct കീവേഡിന് പകരം യൂണിയൻ കൊടുക്കുക. യൂണിയൻ എന്നാക്കുക. ദെൻ സ്ട്രക്ചർ വേരിയബിൾ, അവിടെ യൂണിയൻ വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അവിടെയും യൂണിയൻ എന്നാക്കുക. യൂണിയൻ. ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. സാമ്പിൾ s1. ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് വരിക? എല്ലാ മെമ്പേഴ്സിനും സെയിം അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഫസ്റ്റ് മെമ്പർ, സെക്കൻഡ് മെമ്പർ ആൻഡ് തേർഡ് മെമ്പർ എല്ലാ മെമ്പേഴ്സിനും സെയിം അഡ്രസ് ലൊക്കേഷനാണ്. സ്റ്റാർട്ടിങ് അഡ്രസ് ലൊക്കേഷൻ ഈ സെയിം. സോ ആ ഒരു ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഈ ഒരു പ്രോഗ്രാം ഒന്നുകൂടി എഡിറ്റ് ചെയ്യാം. ഞാൻ എക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണ്. വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ന്യൂ ലൈൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. നെക്സ്റ്റ് ലൈനിൽ ഇങ്ങനെ കൊടുക്കാം. s1 ഡോട്ട് എ ഈക്വൽ ടു 65. എക്ക് ഞാൻ വാല്യൂ കൊടുത്തു 65 വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ s1. എക്ക് വാല്യൂ കൊടുത്തു അല്ലെങ്കിൽ അസൈൻ ചെയ്തു 65. ഞാൻ ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നത് എയുടെയും ബിയുടെയും സിയുടെയും അഡ്രസ് ആണ്. ഞാൻ ഇപ്പോൾ പാസ് ചെയ്ത വാല്യൂ എന്താണ്? 65. ആ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം. printf %d /n എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം, അഡ്രസ് അല്ല. അപ്പം ഇങ്ങനെ കൊടുക്കാം. s1 ഡോട്ട് എ. നിങ്ങൾ നേരത്തെ ആംബസൻറ്റ് s1 ഡോട്ട് എ കൊടുത്തപ്പോൾ അതിൻ്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യും. ഇനി വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് വേരിയബിൾ കൊടുക്കാം. s1 ഡോട്ട് മെമ്പർ എ. ദെൻ ബിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്യുക.
അവിടെ S1.A പകരം S1.B എന്നാക്കുക. അഗെയിൻ കോപ്പി പേസ്റ്റ് ചെയ്യാം. ദെൻ അവിടെ S1.C എന്നാക്കുക. അതേപോലെ ഫോർമാറ്റ് സ്പെസിഫയർ ബി എന്ന് പറയുന്നത് ലോങ് ആണ്. %LD എന്നാക്കുക ഇവിടെ. ദെൻ C എന്ന് പറയുന്നത് ക്യാരക്ടർ ടൈപ്പ് ആണ്. ഇപ്പോൾ ഫോർമാറ്റ് സ്പെസിഫയർ %C എന്ന് കൊടുക്കാം. ദെൻ അവിടെ എൻഡ് ചെയ്യാണ്, റിട്ടേൺ 0. ഇവിടെ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ആദ്യം അഡ്രസ്സ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യും. ABC ആൻഡ് അഡ്രസ്സ് പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ലൈനിൽ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ദെൻ ബിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇവിടെ എക്ക് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ ദ വാല്യൂ ഈസ് സ്റ്റോർഡ് ഇൻ ദ സെയിം അഡ്രസ് ലൊക്കേഷൻ. ഇപ്പോൾ ബിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 65. സിയുടെ വാല്യൂ 65 തന്നെയായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുക. അവിടെ റിസൾട്ട് നോക്കി. സെയിം മെമ്മറി ലൊക്കേഷൻ. എയുടെ വാല്യൂ 65, ബിയുടെ വാല്യൂ 65. ദെൻ സിയുടെ വാല്യൂ നോക്കി. സിയുടെ വാല്യൂ എന്തായിട്ടാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ A. 65 അല്ലേ വരേണ്ടത്? എന്തുകൊണ്ടായിരിക്കും ക്യാപിറ്റൽ A വന്നത്? 65ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ദാറ്റ് ഈസ് ക്യാപിറ്റൽ A. ഒരു യുണീക്ക് കോഡുണ്ട്, ആസ്കി കോഡ്. ഫസ്റ്റ് മോഡ്യൂളിൽ ഓൾറെഡി പറഞ്ഞതാണ്. ആ ഒരു ആസ്കി ടേബിൾ നോക്കി. 65ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ആസ്കി കോഡ്. വേരിയബിൾ C ഓഫ് ടൈപ്പ് ക്യാരക്ടർ. ഇപ്പോൾ 65ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ക്യാപിറ്റൽ A ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വൽ വാല്യൂ 65. ദ കറസ്പോണ്ടിങ് ക്യാരക്ടർ, ആ ഒരു ഇൻറ്റീജർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി ക്യാരക്ടർ ഈസ് ക്യാപിറ്റൽ ലെറ്റർ A. ഓക്കെ, ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. നോട്ട്സിലോട്ട് വരാം. ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കണം. സ്ട്രക്ചർ ആൻഡ് യൂണിയൻ കമ്പാരിസൺ ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം എഴുതിയിരിക്കണം. മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ്? ഇൻ സ്ട്രക്ചർ ഈച്ച് മെമ്പർ ഹാസ് സെപ്പറേറ്റ് മെമ്മറി, ബട്ട് ഇൻ യൂണിയൻ ഓൾ മെമ്പേഴ്സ് ഷെയർസ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ. ദെൻ സൈസ് സ്ട്രക്ചറിൽ എങ്ങനെയാണ്? ദ ടോട്ടൽ സൈസ് sum of all member sizes. Then in union it is the size of largest member. Then access എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? all members can be used at the same time. In union only one member holds a valid value at a time. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക? എല്ലാ മെമ്പേഴ്സും ഷെയർ ചെയ്യുന്നത് സെയിം അഡ്രസ് ലൊക്കേഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കും ഒരു വാലിഡ് വാല്യൂ ഹോൾഡ് ചെയ്യുക. ബിക്കോസ് ദ സെയിം വാല്യൂ ഈസ് ഷെയർഡ് വിത്ത് ഓൾ അതർ മെമ്പേഴ്സ്. ഒരു മെമ്പറിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഷെയർഡ് വിത്ത് ഓൾ അതർ മെമ്പേഴ്സ്. സെപ്പറേറ്റ് വാല്യൂ സെയിം ടൈമിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.